അവിടെ വൈശാഖം കാർത്തിയും കുളിച്ച് ഇപ്പൊ റെഡിയായി വരും. നമുക്ക് എല്ലാവർക്കും കൂടെ രാവിലെ അമ്പലത്തിലൊന്ന് പോണം. അപ്പോ അവൻ പോയില്ലല്ലേ? വേഗം ആവട്ടെ. എന്റെ പൊന്നു മോളെ, മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയിക്കാൻ ഇടയാക്കല്ലേ. ചെല്ല. ഇത് അമ്പലമാ മീനാക്ഷി. ഇത് പള്ളിയോ പള്ളിക്കൂടോ അല്ലെന്ന് എനിക്കും അറിയാം. എടോ, ഇവിടെ ഭക്തജനങ്ങളുണ്ട്. ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അതൊക്കെ എനിക്കും അറിയാടാ. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഒരു 100 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ. എന്നിട്ട് ഈ കാണിക്കുന്നതൊക്കെ എന്താ? അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോവാനായിട്ട് തയ്യാറായി നിന്നതാ. നിന്റെ അമ്മയല്ലേ എന്നെ പിടിച്ചു വലിച്ച് ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നേ. എന്റെ പൊന്നു മീനാക്ഷി, ഞാൻ നിനക്ക് ഒരു ഉപദ്രവവും വരുത്തില്ല. എന്റെ കാമുകിയോടൊപ്പം ഞാൻ പോവും. പുഷ്പാഞ്ജലി. മീനാക്ഷി മകൾ. വൈശാഖ് വിശാഖം. എന്റെ അമ്മേ, മഹാമായേ, ദേവി, വരദായിനി, എന്റെ കുഞ്ഞിന്റെ കല്യാണമായിന്ന് അവളെ കാത്തോണേ. അവൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും നൽകണമേ. അവളുടെ ജീവിതം സന്തോഷപ്രദവും സമാധാനപൂർവവും ആയിരിക്കണേ. അവളുടെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കണേ. എന്റെ അമ്മയും അച്ഛനെയും കാർത്തിക് മോനെയും ചെമ്പകമംഗലത്തെ എല്ലാ പേരെയും ദേവി നിന്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ. അമ്മേ, ഇങ്ങ് വന്നേ. എന്താ അമ്മേ, ഇത്രയും സന്തോഷമുള്ള ഈ ദിവസവും എന്റെ അമ്മയ്ക്ക് എന്താ വല്ലാത്തൊരു ടെൻഷൻ? അത് മോനെ, എന്താണെങ്കിലും പറയമ്മേ. എന്തിനും ഒരു പരിഹാരം വേണ്ടേ? ഇന്ന് ജയിലിൽ നിന്ന് മീനാക്ഷിയുടെ അച്ഛൻ വരില്ലേ മോനെ? പിന്നെ ജയറാമങ്ങള് വരണ്ടേ? അതല്ല മോനെ, വന്ന് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവാൻ പോകുന്നൊരു പേടി. എനിക്ക് എന്റെ അമ്മയെ പേടി. അത് ഓർത്തൊന്നും എന്റെ അമ്മ പേടിക്കണ്ട. നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു തെറ്റ് ചെയ്തതിന് എന്റെ വല്യമാവനായ ജയരാമനങ്ങൾ ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുക. പശ്ചാത്തപിക്കുന്ന മനുഷ്യന് മാപ്പ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യരാ ദൈവമേ? എത്ര പെട്ടെന്നല്ലേ മോനെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്? എന്താ അമ്മേ? അല്ല, എന്നോട് പ്രതികാരം വീട്ടാമെന്ന പെണ്ണ അവള് മീനാക്ഷി. പിന്നെ അവളെന്റെ ഓമനയായി, പ്രിയപ്പെട്ടവളായി, ഒടുവിൽ മകളായി. ഇന്നു മുതൽ അവൾക്ക് മറ്റൊരവകാശിയുമായി. ഇപ്പോ എനിക്കൊരു സമാധാനമായി, സന്തോഷമായി. അതെന്താ? അല്ല, അവള് പിരിഞ്ഞു പോകുമ്പോ ദേവമ്മ എന്റേത് മാത്രം ആവുമല്ലോ. അമ്പടാ, കൊള്ളാലോ നീ. എത്ര വേഗത്തിലാ അവരൊന്നായത്. അതെ, വാ പ്രദക്ഷിണം പൂർത്തിയാക്കാം.
നിങ്ങൾ പ്രദക്ഷിണം പൂർത്തിയാക്കിയോ? ഇല്ല. എങ്കി വാ. നടക്ക. പുഷ്പാഞ്ജലിയുടെ പ്രസാദം വാങ്ങിക്കാം. മീനാക്ഷി ദേ ഇത് കൊടുത്ത് വാങ്ങിച്ചോ. വൈശാഖ് ദാ. അല്ല, ഇന്ന് വിവാഹ ദിവസമല്ലേ? അതെ തിരുമേനി. നന്നായി വരട്ടെ. ദേവിയുടെ അനുഗ്രഹം ആവോളം ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും ചേരേണ്ടവർ തമ്മിലേ ദൈവം കൂട്ടിച്ചേർക്കൂ. മണ്ഡപത്തിൽ കയറേണ്ടി വരും. ഗത്യന്തരമില്ലാതെ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടിയും വരും. അങ്ങനെ വന്ന എന്റെ ജീവിതം അതോടെ തീരും. എന്തേ? എന്തായാലും ഇന്ദ്രജാന്റി ഒന്ന് വിളിക്കാം. കൃത്യസമയം. ഇവളുടെ കാര്യം ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. എന്തായി മോളെ? അവിടുത്തെ കാര്യം അറിയാതെ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുകയായിരുന്നു. ടെൻഷൻ തന്നെ ആന്റി. ഞാൻ ടെൻഷൻ അടിച്ചിപ്പോ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. നീ മരിക്കൊന്നും വേണ്ട. മരിക്കാൻ പോകുന്നത് അവരാ, ആ ചെമ്പകമംഗലത്തുകാര്. ഇന്ന് വൈകുന്നേരവും നാളെയുമായി കുറഞ്ഞ പക്ഷം ഒരു 2-3 എണ്ണം ചെമ്പകമംഗലത്ത് കെട്ടിത്തൂങ്ങി ചാവും. അതിരിക്കട്ടെ, ഇപ്പൊ എന്താ അവിടെ ഉണ്ടായത്? ഇന്നലെ രാത്രി തന്നെ പണം കിട്ടി. മുഴുവനും? കൊടുക്കാമെന്ന് പറഞ്ഞ ആ മുഴുവൻ പണവും 1.5 കോടിയും. വെരി ഗുഡ്. ആ പണം എവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? അത് കാറിന്റെ ഡിക്കിയിലാണെന്ന് പറയണോ? അത് വേണ്ട, അങ്ങനെ വിട്ടു പറയണ്ട. അത് വൈശാഖിന്റെ കൈവശ. അവനത് എവിടെയോ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുക. എന്നിട്ട് വൈശാഖ് എവിടെ? പണം കിട്ടിയ സ്ഥിതിക്ക് എന്നെ അറിയിച്ചിട്ട് നിങ്ങൾ രായ്ക്ക് രാമാന സ്ഥലം വിടേണ്ടതല്ലായിരുന്നോ? ആന്റി, വെളുപ്പിന് 5 മണിക്ക് കാർത്തിക് നടക്കാൻ പോവും. ആ സമയത്ത് മുങ്ങാന്നാ ഞങ്ങള് വിചാരിച്ച. എന്നിട്ട് കാർത്തിക് ഇന്ന് നടക്കാൻ പോയില്ല. മാത്രമല്ല വെളുപ്പിന് ദേവമ്മ വൈശാഖിനെയും മീനാക്ഷിയും കാർത്തിയെയും അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. നോൺസെൻസ്. നിങ്ങൾ എന്ത് മണ്ടത്തരായി കാണിച്ചേ? സിറ്റുവേഷൻസ് എല്ലാം അങ്ങനെ ആയിപ്പോയി ആന്റി. ശരി ശരി, വിഷമിക്കാതെ. അവളുണ്ടല്ലോ നന്ദിനി, അവളിനി ഏത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ഏത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാലും ശരി, അവരാരും അവളെ രക്ഷപ്പെടുത്തില്ല. അവളുടെയും ആ രാജലക്ഷ്മി അമ്മയുടെയും വിധി ഞാൻ എഴുതി കഴിഞ്ഞു. അത് ഞാൻ നടപ്പാക്കും. ഇത് സാധാരണ പെണ്ണുങ്ങള് പ്രതികാരദാഹം കൊണ്ട് വിളിച്ചു പറയുന്ന പാഴ്വാക്കൊന്നുമല്ല. നടപ്പാക്കുന്ന കാര്യം ഇന്ദ്രജ പറയൂ. കാർത്തിയോട് എനിക്ക് പണ്ടൊക്കെ കുറച്ച് വാത്സല്യം ഉണ്ടായിരുന്നു. അതൊക്കെ അവൻ തന്നെ കളഞ്ഞു കുളിച്ചു. അവൻ എന്നെ പല പ്രാവശ്യം വെല്ലുവിളിച്ചു. അതുകൊണ്ട് അവനും ഒന്ന് കരയണം. സമൂഹത്തിന്റെ മുൻപിൽ നാണം കെടണം. ഇടുപ്പുകേടും കഴിവില്ലായ്മയും കൊണ്ട് സ്വന്തം ഭാര്യ വരെ ഇട്ടേച്ചു പോയിന്ന അപമാനം അവൻ ചുമക്കണം. ആന്റി, ഇവിടെ കല്യാണത്തിന്റെ ബഹളം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പിന്നെ ഒരു മാർഗവുമില്ല. നീ ധൈര്യമായിട്ടിരിക്കും മൈഥിലി. അവിടെ താലികെട്ട് നടക്കുന്നതിന് തൊട്ടു മുമ്പാണെങ്കിലും
നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അവിടുന്ന് കടത്തിയിരിക്കും. നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ബാംഗ്ലൂർക്ക് പറക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ? മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ കാരുണ്യം എന്ന വികാരമില്ലാതെ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ? കരുണാമയന്മാരൊന്നും അല്ലല്ലോ ഈ ജയിലിനകത്ത് കിടക്കുന്നത്. ഞാൻ അവരോട് മനസ്സിലവ് കാണിക്കാൻ. കൊടും കുറ്റവാളികളാ. കുത്തിയും വെട്ടിയും കെട്ടിത്താഴ്ത്തിയും ബലാത്സംഗം ചെയ്തും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്ത മനുഷ്യ മൃഗങ്ങളാ. അവരോടൊക്കെ ഞാൻ മനുഷ്യപ്പറ്റ് കാണിക്കണമെന്നാണോ വക്കീല് പറയുന്നത്? സാറേ, ഇതിനകത്ത് കിടക്കുന്നവരെല്ലാം കുറ്റവാളികളല്ല. അത് ശരിയായിരിക്കും. നിങ്ങളെപ്പോലത്തെ വക്കീലന്മാര് വാദിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ശിക്ഷ വാങ്ങിക്കൊടുത്ത് തുറങ്കിലേക്ക് അയക്കുന്ന നിരപരാധികൾ. അപ്പോ സത്യം പറഞ്ഞ കുറ്റവാളികൾ നിങ്ങളാണ്. ഇത്തരം ഒരു തർക്കത്തിനൊന്നും അല്ല സാർ ഞാൻ വന്നത്. മുൻപരിചയം ഉള്ളതുകൊണ്ട് ഞാൻ സാറിനോട് അല്പം സ്വാതന്ത്ര്യം എടുത്തുവെന്ന് കരുതിക്കോ. നിങ്ങളെന്താ വക്കീലെ പറഞ്ഞു വരുന്നത്? സർ, ആ ജയറാം സത്യം പറഞ്ഞാൽ ഒരു കുറ്റവാളിയല്ല. സ്റ്റേബിൾ അല്ലാത്ത ഒരു മനസ്സിനുടമയായിരുന്നു അയാളുടെ ഭാര്യ. ഡിപ്രഷൻ ഉണ്ടാകുമല്ലോ. അവൾ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തതാണ്. എന്റെ വക്കീലെ, ഇത് നിങ്ങൾ കോടതിയിൽ തെളിയിക്കും വരെ അയാൾ ക്രിമിനലാണ്, ക്രൈം ചെയ്തവനാ. ഞാൻ പറഞ്ഞു വന്നത്, സർ ജയറാമിന്റെ കാര്യത്തിൽ ഒരു ദയവ് കാട്ടണം. ഇന്ന് അയാളുടെ മകളുടെ കല്യാണമാണ്. അയാളുടെ കാര്യത്തിൽ എനിക്ക് മുകളിൽ നിന്ന് പ്രഷറുണ്ട് വക്കീലെ. അതുകൊണ്ട് ഞാൻ അയാളെ വിടില്ല. സാർ, ഇയാൾ കുറേ നേരമായി കരച്ചിലാണ്. സാറിനെ കാണണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ പെർമിഷൻ ഇല്ലാതെ താൻ എന്തിനാണ് ഇയാളെ എന്റെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? സർ, ഇദ്ദേഹത്തെ വഴക്ക് പറയരുത്. എൻ്റെ കരച്ചിലിന് മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞതാണ്. വിവാഹ മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്ന എൻ്റെ മകൾ അവളുടെ അച്ഛനായ എൻ്റെ വരവും കാത്തിരിക്കുകയാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കാനും ഒരു അച്ഛൻ്റെ കടമ നിർവഹിക്കാനും സാർ എന്നെ ഒന്ന് അനുവദിക്കണം. ഞാൻ അത്ര ദുഷ്ടനൊന്നും അല്ലടോ. പക്ഷെ തന്റെ കാര്യത്തില് എനിക്ക് പലയിടത്തു നിന്നും പ്രഷറുണ്ട്. താൻ എന്തിനാടോ ഇങ്ങനെ മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിച്ചു വെച്ചത്? എൻ്റെ തലവിധി അങ്ങനെയായി പോയി സാർ. എനിക്കങ്ങനെ ന്യായീകരിക്കാൻ പറ്റിയേക്കാം. പക്ഷേ എൻ്റെ കുഞ്ഞ്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ കല്യാണ മണ്ഡപത്തിൽ ഞാൻ ഉണ്ടാവണ്ടേ സാർ? ഒരച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് അവൾക്ക് കൊടുക്കണ്ടേ സാർ? ഒരു ദുഃഖവും അറിയിക്കാതെ 17-ാം വയസ്സ് വരെ അവളെ വളർത്തിയ അച്ഛനാണ് ഞാൻ. ഓർക്കാപ്പുറത്ത വെള്ളിടി പോലെ ഈ ദുരന്തങ്ങളെല്ലാം എൻ്റെ മേൽ പതിച്ചത്. എന്നെ വിടാതിരിക്കാൻ വേണ്ടി എൻ്റെ ശത്രുക്കൾ ജയിലിനകത്ത് കയറി കളിച്ച കളിയാണ് സാർ ആ റഹീമായിട്ടുള്ള തല്ല്. 33 കോടി ദൈവങ്ങളെയും പിടിച്ച് ഞാൻ ആണയിടുന്നു. ഞാനതിൽ നിരപരാധിയാണ് സാർ. സാർ, ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ജയിലിൽ കിടന്നോളാം. ഇന്ന് എന്റെ പൊന്നുമകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ സാർ ഒന്ന് എന്നെ അനുവദിക്കണം. സാറിനും മക്കളില്ലേ? എല്ലാ അച്ഛന്മാരെ പോലെ ഞാനും ഒരു അച്ഛനാണ് സാർ. ജോലി പോലീസിലാണെങ്കിലും എന്റെ ഉള്ളിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അല്ലേ വൈശാഖേ? ശരിയാ. നിനക്കെന്താ ഇത്രയും ടെൻഷൻ? അല്ല, ഇതെന്റെ ആദ്യത്തെ കല്യാണമല്ലേ, അതാ ഇത്ര ടെൻഷൻ. ഓ, ഇവന്റെ ഭാര്യയും കൊണ്ടാ ഞാൻ മുങ്ങാൻ പോകുന്നത്. ഈ മണ്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ആഹാ, ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? തീർന്നില്ല അമ്മായി, ഒരല്പം മിനുക്ക് പണിയും കൂടെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എന്നാ ഞാനൊരു സെൽഫി എടുക്കാമേ?
ചേച്ചിയുടെ ഒരു സെൽഫി. എൻ്റെ ഉള്ളിൽ നീറ്റൽ വല്ലതും ഇവരറിയുന്നുണ്ടോ? എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് മൈഥിലിയും കൊണ്ട് ഞാനിവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? പിടിലേക്ക് കത്രിക പോട്ട് വീഴുവോ? കഴിഞ്ഞോ? കഴിഞ്ഞു. ഇത് ഞാൻ ഇപ്പോൾ വരാം. ആ എന്റെ മോള് സുന്ദരിയായിരിക്കുന്നു. എന്റെ മീനാക്ഷി കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നത് അതിസുന്ദരിയായിട്ട് വേണം. എല്ലാവർക്കും എന്താ അഭിമാനവും സന്തോഷമാണെന്നോ? ഇത്ര സുന്ദരിയായി കുഞ്ഞുമോളെ കാണുമ്പോ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ. മീനാക്ഷി കൊച്ചേന്ന് തീർത്ത് വിളിക്കില്ല മുത്തശ്ശൻ. അത്രയ്ക്ക് പൊന്നോമനയാ മുത്തശ്ശന് മീനാക്ഷി. മകളെ മറ്റൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മാതാപിതാക്കളുടെ ആത്മസന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എഴുന്നേറ്റെ. എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. വിചാരിക്കുന്ന സമയത്ത് കല്യാണം നടക്കാന്ന് വെച്ചാ അതൊരു ഭാഗ്യ. മുജന്മ സുഹൃതെന്ന് മുതിർന്നവർ പറയും. എന്തായാലും ആ ഭാഗ്യം എന്റെ മോൾക്ക് കിട്ടി. ഈ ഭാഗ്യമൊക്കെ നിന്റെ അമ്മയ്ക്കും കിട്ടേണ്ടതായിരുന്നു. എന്ത് ചെയ്യാം, ആ പാവത്തിന് അതിനൊന്നും വിധിയില്ലാതെ പോയി. ഈ മുഹൂർത്തത്തിന് അവൾക്ക് സാക്ഷിയാവാനും ദൈവം അവസരം കൊടുത്തില്ല. എന്താ പറയാ, ഇങ്ങനെയൊക്കെയാ മനുഷ്യജീവിതം. എന്താ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് അമ്മയോട് തുറന്നു പറ. ഒന്നുമില്ല. അച്ഛനെ കാണാത്തതിൽ ടെൻഷനുണ്ടോ? മോള് വിഷമിക്കണ്ട. നിന്റെ അച്ഛൻ എങ്ങനെയും വരുമെന്ന എന്റെ പ്രതീക്ഷ. അച്ഛൻ വരും. എന്റെ മോളെ അനുഗ്രഹിക്കാൻ ദൈവം ചേട്ടനെ പറഞ്ഞയക്കും. അച്ഛന് ദക്ഷിണ കൊടുത്തേ നീ കതിർമണ്ഡപത്തിലേക്ക് കയറാവൂ. ചേട്ടൻ വന്നാലത്തെ കാര്യം ഓർക്കുമ്പോ ഉള്ളിലൊരു നടുക്കോ. അമ്മ എങ്ങനെയാ പ്രതികരിക്കുക? ആ സമയം ആവാറായി. വേഗം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കണം. ശരി മോളെ. ഒരിക്കലും നടക്കില്ലാത്ത കല്യാണമാണിതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. ആ വൈശാഖ് ഇതുവരെ പോവാത്ത എന്താ? അതോ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവൻ കാല് മാറുമോ? എടോ, മനുഷ്യർ പരുക്കനായി മാറാൻ ഈ സെൻട്രൽ ജയിലിനകത്ത് ഒരു 10 മിനിറ്റ് കറങ്ങി കിടന്നാൽ മതി. കിടക്കുന്നവരിൽ 98% ക്രിമിനലുകളാണ്. ക്രിമിനലുകളോട് യേശുവിൻ്റെ മലമുകളിലെ പ്രസംഗം പറഞ്ഞിട്ടോ പഠിപ്പിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? കരുണ പറ്റിയവരോടൊപ്പമുള്ള സഹവാസം ഞങ്ങളെയും പരുക്കന്മാരാക്കി. താൻ നേരുകാരനാണെന്നും കുറ്റം ചെയ്യാതെ കുറ്റവാളിയായിപ്പോയതാണെന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ തൻ്റെ മുഖം ഒരു ക്രിമിനലിൻ്റേതല്ല. അതെന്തോ ആകട്ടെ, താനില്ലാതെ തൻ്റെ മകളുടെ വിവാഹം നടക്കുന്നു. ആരാണ് നടത്തുന്നത്? നടത്തുന്നത് എൻ്റെ അച്ഛനും അമ്മയും മറ്റു കൂടപ്പിറപ്പുകളും കൂടിയാ.
ഓ അങ്ങനെ. അപ്പോ താൻ ഭാഗ്യവാനാണല്ലോ. താനില്ലെങ്കിലും തൻ്റെ മകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തൻ്റെ മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും ഉണ്ടല്ലോ. അതാണ് സർ എൻ്റെ സൗഭാഗ്യം, എൻ്റെ ജന്മപുണ്യം. മാതാപിതാക്കളുടെ വാത്സല്യവും സ്നേഹവും കേവലമായ ദൗർബല്യം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു മഹാപാപിയാണ് ഞാൻ. മകളുടെ കല്യാണം അവിടെ വളരെ ഭംഗിയായിട്ട് നടക്കും. പക്ഷേ അവളുടെ അച്ഛനായി ഞാൻ ചെന്നില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കില്ല സർ. അവൾ അവളുടെ അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കായിരിക്കും സർ. സർ, എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണ്ടേ? കരയാതടോ. എനിക്കും 18 വയസ്സ് കഴിഞ്ഞൊരു മകളുണ്ടടോ. നമ്മൾ കൊള്ളുന്ന വെയിലും നനയുന്ന മഴയും അവർക്ക് വേണ്ടിയിട്ടല്ലേടോ. ആ, എപ്പോഴാ വിവാഹ മുഹൂർത്തം? 10:30ക്കും 11:00 ഇടയ്ക്ക്. മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ ഞാൻ വകവയ്ക്കുന്നില്ല. കോടതി ഉത്തരവുണ്ടല്ലോ. എൻ്റെ എല്ലാവിധ ആശംസകളും. താൻ കല്യാണത്തിന് പോയിട്ട് വാ. താങ്ക് യു സർ. സർ, എൻ്റെ മനസ്സ് വിങ്ങി വിതുമ്പുകയാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സർ. നന്ദിയൊന്നും വേണ്ടടോ. സങ്കടങ്ങൾ തന്ന കാലത്തെ മറക്കുക. പക്ഷേ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്. ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ്.